സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാലൻ. കേര വികസനത്തിന് 100 കോടി രൂപയും ക്ഷീരവികസനത്തിന് 128 കോടിയും മനുഷ്യ-വന്യമൃഗ സംഘർഷം നേരിടുന്നതിന് 100 കോടിയും ബജറ്റിൽ വകയിരുത്തിയതായി മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചാണ് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനം ആവർത്തിച്ച ബജറ്റിൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചതും അഷ്വേർഡ് പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം ആദ്യം തന്നെ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവും DA കുടിശ്ശിക മാർച്ചിൽ പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം പകർന്നു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി രൂപയും MC റോഡ് വികസനത്തിന് 5917 കോടി രൂപയും വകയിരുത്തിയ ബജറ്റിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ യാത്രാ സൗകര്യം ഉറപ്പിക്കുന്ന RRTSന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ നീക്കിവെച്ചതും പുതിയൊരു തുരങ്കപാത കൂടി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമായി. ബജറ്റിൽ കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ വകയിരുത്തിയത് കാസർഗോഡിനുള്ള കരുതലായി മാറി. ഇത്തരത്തിൽ സകല മേഖലകളെയും തൊട്ടും തലോടിയുമാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റായി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റ് മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.